രാഷ്ട്രീയക്കാരും നാട്ടുകാരും ഭൂമാഫിയയ്ക്ക് ഒത്താശ ചെയ്തപ്പോൾ അതിൽ ബലിയാടായത് കളമശ്ശേരി സ്വദേശിയായ ജോഷിയുടെ കുടുംബമാണ്. മുനിസിപ്പാലിറ്റിയുടെയും കൗൺസിലറുടെയും ഒത്താശയോടെ ഭൂമാഫിയയുടെ സൗകര്യത്തിന് ജോഷിയും കുടുംബവും വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് വീടിന്റെ മതിൽ തകർത്ത് പറമ്പിൽ തോടുവെട്ടി. വർഷങ്ങളായി ഇവരെ വേട്ടയാടുന്ന ഭൂമാഫിയയെയും രാഷ്ട്രീയക്കാരെയും പേടിച്ച് ഇപ്പോൾ ജോഷിയുടെ കുടുംബം ആശുപത്രി മുറിയാണ് അഭയകേന്ദ്രമാക്കി. രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ ഭൂമാഫിയ വീടിനു ചുറ്റും പിടിമുറുക്കിയപ്പോൾ ആശുപത്രി മുറി അഭയകേന്ദ്രമാക്കിയിരിക്കുകയാണ് കളമശ്ശേരിയിലെ CPM മുൻ ഏരിയ കമ്മിറ്റി അംഗം PV ജോഷിയും കുടുംബവും. വർഷങ്ങളായുള്ള ഭൂമാഫിയയുടെ വേട്ടയാടലിനെ തുടർന്ന് സ്ട്രോക്ക് വരികയും അതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായി ഇപ്പോൾ 2 മാസമായി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലാണ് PV ജോഷി. ഈ സമയത്താണ് നഗരസഭ പറമ്പ് കയ്യേറി മതിൽ തകർത്ത് അവരുടെ പറമ്പിലൂടെ തോട് കീറിയിരിക്കുന്നത്. അതിനാൽ ഇപ്പോൾ ഒരു അത്യാവശ്യത്തിന് പോലും തന്റെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഭയന്നാണ് ജോഷിയുടെ ഭാര്യ മിനി ജോഷിക്കൊപ്പം ആശുപത്രിയിൽ കഴിയുന്നത്. 1 ഏക്കറോളം വരുന്ന പെരുമ്പിള്ളിത്താഴം പുഞ്ചപ്പാടത്തിന് സമീപമാണ് ജോഷിയുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. ജോഷിയുടെ വീടിന് താഴെയാണ് ഈ പാടശേഖരമുള്ളത്. എന്നാൽ ഈ പാടശേഖരം ഭൂമാഫിയ കൈക്കലാക്കുകയും അത് നികത്തുകയും ചെയ്ത് അവിടെ വീടുകൾ പണിയുകയാണ്. പാടശേഖരം മണ്ണിട്ട് ഉയർത്തിയപ്പോൾ അവിടെ വെള്ളക്കെട്ട് പതിവായി. ഇക്കാലയളവിലാണ് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടുപിടിച്ച വഴിയാണ് ജോഷിയുടെ പറമ്പിലൂടെ ചാല് കീറുക എന്നത്. മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഒരു തോട് ജോഷി നികത്തിയതാണ് പ്രദേശത്തെ വെള്ളക്കെട്ടിന് കാരണം എന്നാണ് മുനിസിപ്പാലിറ്റി ന്യായീകരിക്കുന്നത്. എന്നാൽ അവിടെ അങ്ങനെ ഒരു തോട് ഉണ്ടായിരുന്നില്ല എന്നാണ് റവന്യൂ സർവേ വകുപ്പുകളുടെ റിപ്പോർട്ടിൽ ഉള്ളതെന്ന് ജോഷിയുടെ ഭാര്യ മിനി പറഞ്ഞു. ഇതിന് താഴെ ഇതും ഫുൾ പാടമാണ്. ഈ പ്രദേശത്തുള്ള ഏറ്റവും താഴ്ന്ന പുഞ്ചപ്പാടമാണത്. നമ്മുടെ ഈ അതിർത്തി മുതൽ അങ്ങോട്ട് പുഞ്ചപ്പാടമാണ്. നമ്മൾ ഇവരോട് സ്ഥലം വാങ്ങിച്ചതാണ്. അതിൻ്റെ രേഖകൾ ഫുള്ളും നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സ്ഥലം കൃത്യം അളവിലും വേറൊന്നും കൂടുതലോ അങ്ങനെയൊന്നുമില്ല. ഇത്ര നാൾ വരെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ താഴത്തെ പാടം റിയൽ എസ്റ്റേറ്റുകാർ വാങ്ങിച്ചപ്പോൾ ആണ് പതുക്കെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. റിയൽ എസ്റ്റേറ്റുകാർ വാങ്ങിച്ച് അവർ മണ്ണിട്ട് നികത്താൻ തുടങ്ങിയപ്പോൾ നമ്മുടെ തറവാട്ടിലെ ഭൂമിയൊക്കെ വെള്ളക്കെട്ടിലായി തുടങ്ങി. അത് കഴിഞ്ഞ് ഈ പാടത്ത് ആദ്യം ഒരു വീട് വന്നു. റിയൽ എസ്റ്റേറ്റുകാർ തന്നെ ഒരു വീട് വെച്ച് ഒരാൾക്ക് വിറ്റു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു വീട്, അങ്ങനെ 2 വീടാണ് ഈ പാടം നികത്തിയതിൽ 2 വീടുള്ളൂ. നമ്മുടെ വരെ പുരയിടമാണിത്. ശരിക്കും പുരയിടം തന്നെയാണ്. ഇതിനകത്ത് വേറെ പാടം അങ്ങനത്തേതൊന്നുമില്ല. നമ്മുടെ കയ്യിൽ അനധികൃതമായിട്ട് ഒരു ഇഞ്ച് ഭൂമി പോലും നമ്മുടെ കയ്യിൽ കൂടുതലല്ല, കുറവേ ഉള്ളൂ. ആക്ച്വലി നമ്മുടെ റെക്കോർഡ് പ്രകാരമുള്ളതിൽ കുറവ് ഭൂമിയേ ഉള്ളൂ. നമ്മളതിന് ഫുള്ളും കരം തീർക്കുന്നതുമാണ്. അത് കഴിഞ്ഞ് ഇത്ര നാൾ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. താഴെ ഈ ഭൂമി മുഴുവനും റിയൽ എസ്റ്റേറ്റുകാർ വാങ്ങിച്ച് അവരിങ്ങനെ അതിന് ഡെവലപ്പ് ചെയ്ത് പല പ്രാവശ്യമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് മണ്ണിട്ട് നികത്തി ഈ പ്രദേശത്ത് മുഴുവൻ വെള്ളക്കെട്ടായി. ഞങ്ങളുടെ തന്നെ പുറകിലുള്ള ഭൂമിയൊക്കെ വെള്ളക്കെട്ടായി മാറിയായിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ RDOയ്ക്കും ജില്ലാ കളക്ടർക്കും എല്ലാം പരാതി കൊടുക്കുകയും അതൊക്കെ എല്ലാ അന്വേഷണവും കഴിഞ്ഞിട്ടും അതിൽ നടപടിയൊന്നും ആവാതെ അതവിടെ കിടക്കുകയാണ്. ഈ താഴ്ന്ന പ്രദേശത്ത് പൊക്കി അതിനകത്ത് വീടുകൾ വന്നു തുടങ്ങി. അതൊരു റിയൽ എസ്റ്റേറ്റുകാരൻ അത് ഫുള്ളും വാങ്ങിച്ചു. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ ഉള്ള ഭൂമിയേക്കാൾ കൂടുതൽ ഭൂമിയും ഉണ്ട്. അളവിൽ പെടാതെയും കുറച്ച് ഭൂമിയുണ്ട്. പിന്നെ ഇതിനപ്പുറത്ത് NADയുടെ ഇതുമാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളക്കെട്ടിൽ വെള്ളം കെട്ടുന്നതിൻ്റെ കാരണം ഈ പാടം നികത്തിയപ്പോൾ വെള്ളം പോകാനായി പ്രൊവിഷൻ ഇട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത് പ്രൊവിഷൻ ഇടേണ്ടത് RDO വഴി അങ്ങനെ തന്നെയാണ് ഇടേണ്ടത്. അങ്ങനെ ഒരു പ്രൊവിഷനും ഇട്ടിട്ടില്ല. ഇവർ വെറുതെ നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ് നമ്മൾ കെട്ടിയത്. പക്ഷേ ഞങ്ങളുടെ ഭൂമി എന്താ വെച്ചാൽ ഇതിനിപ്പുറത്തേക്ക് റോഡാണ്, NADയുടെ റോഡാണ്. ഒരു കാരണവശാലും ഇതിലേക്ക് തോടുണ്ടാവില്ല. തോടില്ല, ആക്ച്വലി അങ്ങനെ ഒരു തോടില്ല. അപ്പോൾ ഈ അശോകൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിനെതിരെ കോടതിയിൽ പോയത്. അന്ന് അയാൾ പോയത് ഈ ബാക്കി ഭൂമിക്കെതിരെ അതിൻ്റെ ഓണർമാർക്കെതിരെയാണ് പോയത്.
പക്ഷെ അത് ഇടയ്ക്ക് വെച്ച് അതിലൊരു ട്വിസ്റ്റ് വന്നിട്ട് നമ്മുടെ ഭൂമി അളപ്പിച്ചു. നമ്മുടെ ഭൂമി പിന്നെ താലൂക്ക് സർവേയർ വന്ന് അളന്നു. അയാളുടെ പരാതി പ്രകാരം അളന്നിട്ട് നമ്മുടെ കയ്യിൽ എക്സസ് ഭൂമി ഇല്ലയെന്നും പിന്നെ ഇതിലൂടെ അങ്ങനെ ഒരു തോടില്ല എന്നും, അതായത് റവന്യൂ വകുപ്പിൻ്റെ അധീനതയിലുള്ള യാതൊന്നും ഇവിടെ എങ്ങും ഇല്ല എന്നുള്ളതിന് നമുക്ക് കോടതി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ കേസ് കോടതി ക്ലോസ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ റിയൽ എസ്റ്റേറ്റുകാർ പിന്നെ വീണ്ടും ഇത് കുത്തിപ്പൊക്കി, ഇയാളെ കൊണ്ട് കുത്തിപ്പൊക്കി, ഈ അശോകൻ എന്ന് പറഞ്ഞ ആളെ കുത്തിപ്പൊക്കി വീണ്ടും നമുക്കെതിരെ തിരിഞ്ഞ് പരാതികളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായി. ഇപ്പോൾ ഏകദേശം ഒരു 3-4 വർഷമായിട്ട് ഞങ്ങൾ ഇതിനെതിരെ നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും നമ്മുടെ നേരിട്ടൊന്നും വന്നില്ല. അതിനുശേഷം ഇപ്പം ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിലധികമായി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് നോട്ടീസ് തന്നു. അതായത് നമ്മൾ ഇതിലൂടെ വെള്ളം പോകാൻ പ്രൊവിഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ പ്രൊവിഷൻ ഉണ്ടാക്കാൻ നമ്മൾ കരം കൊടുക്കുന്ന ഭൂമി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സർക്കാരിൻ്റെയോ വേറെ ആരുടെയോ ഒന്നും ഇതിനകത്തില്ല. പാടം നികത്തിയവർക്കെതിരെ യാതൊരു നടപടിയില്ല. അതിലൂടെ വെള്ളം പോകാത്തതിനും ഇതൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മാനസികമായിട്ട് ഭയങ്കര പ്രഷറിലായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോടതിയെ സമീപിച്ചു. അതായത് കോടതിയെ സമീപിച്ചത് നമ്മുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തരാനും വെള്ളം പോകാൻ യഥാർത്ഥത്തിൽ വേണ്ടത് എവിടെയാണോ അത് സർക്കാരാണല്ലോ തീരുമാനിക്കണം, നമ്മളല്ല. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കാനും പറഞ്ഞ് കോടതിയെ സമീപിച്ചു. അത് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റി ബലമായിട്ട് ഇത് പൊളിക്കും 24 മണിക്കൂറിനുള്ളിലുള്ള നോട്ടീസ് വന്നപ്പോൾ നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പുള്ളി മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പ്രഷറിലായി. കാരണം ഇത് ഈ റിയൽ എസ്റ്റേറ്റ് ലോബി, അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഭൂമിയിലും അവർക്ക് കണ്ണുണ്ടാവണം. കാരണം ഞങ്ങളുടെ തന്നെ ചേട്ടൻ്റെ ഭൂമി ഇതിൽപ്പെട്ട ആളുകൾ വാങ്ങിക്കുകയുണ്ടായി. പിന്നെ ബാക്കി ഭൂമി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ ഫലമായിട്ട് അവിടെയും വെള്ളക്കെട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇവരതൊന്നും സമ്മതിക്കുന്നില്ല. അവർ പിന്നെയും നമ്മുടെ പറമ്പിൽ കൂടി തന്നെ തോടുണ്ടാക്കണം എന്നുള്ള ആവശ്യമായിട്ട്, അങ്ങനെ ഉണ്ടാക്കാൻ മുനിസിപ്പാലിറ്റിക്കോ എന്തെങ്കിലും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ പെർമിഷൻ്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ടാണ് നമുക്ക് നോട്ടീസ് തന്നത്. ഇല്ലീഗൽ നോട്ടീസാണ് ശരിക്കും പറഞ്ഞാൽ തന്നത്. അങ്ങനെ തരാൻ പാടില്ലാത്ത നോട്ടീസുകൾ തന്ന് നമ്മളെ സംഘർഷത്തിലാക്കിയിട്ടാണ് നമ്മൾ പിന്നെ കോടതിയിൽ പോയത്. അപ്പോൾ കോടതിയിൽ ആ കേസ് നടക്കാതെ തന്നെ ഞങ്ങളിവിടെയില്ല. അപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഈ ടെൻഷൻ കൊണ്ട് പുള്ളിക്ക് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ ഏപ്രിൽ 15-ാം തീയതിയാണ് സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിലാണ്. ഇപ്പോഴും ഞാനിപ്പോൾ ഇതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് ഇവർ നമ്മുടെ മതിൽ പൊളിച്ചു. ഇവിടെ ക്യാമറയുണ്ട്. ആ ക്യാമറയ്ക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി കറണ്ട് ഓഫ് ചെയ്ത് പത്രക്കാരനും വന്ന് ഇവരെല്ലാം പ്ലാൻ ചെയ്തിട്ട്, അപ്പോൾ അത് ഈ റിയൽ എസ്റ്റേറ്റ് ഉടമയും ഇവിടുത്തെ കൗൺസിലറും എല്ലാവരുടെയും കൂടി നേതൃത്വത്തിലാണ് ഇത് നടത്തിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആളില്ലാത്ത വീട്ടിൽ പൊളിക്കാൻ ഇവർക്ക് എന്താ ഇതൊന്നും നമുക്കറിയില്ല. വെള്ളം അപ്പുറത്തേക്ക് കൂടി വിടാം. ശരിക്കും വെള്ളം പാടത്തേക്ക് കൂടിയാണ് പോകേണ്ടത്. അത്രയും മണ്ണിട്ട് ഒരു 6 അടിയെങ്കിലും പൊക്കത്തിൽ മണ്ണിട്ട് നിർത്തിയിട്ടുണ്ട്. 1 ഏക്കറോളം വരുന്നത്. ശരിക്കും അത് 5 പറയ്ക്ക് നിലമാണുള്ളെങ്കിലും ഇപ്പോൾ 1 ഏക്കറോളം ഉണ്ട്. കാരണം കുറേ എക്സസ് ഭൂമി എവിടെ ഉണ്ട്. ഞങ്ങളുടെ തറവാട്ടിൻ്റെയും കുറച്ച് ഭൂമി അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം കൂടി നികത്തി ഇങ്ങനെ ആക്കിയിട്ട് നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണ്. ഞങ്ങൾ തോടടച്ചു എന്നത്. പക്ഷെ അങ്ങനെ തോടടച്ചെങ്കിൽ റവന്യൂ രേഖകളിലോ എവിടെയും ഇങ്ങനൊരു തോടില്ല എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. പാടം നികത്തിയവർക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ നാട്ടുകാരും രാഷ്ട്രീയക്കാരും ഭൂമാഫിയയ്ക്ക് കൂട്ടുനിന്ന് തങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും മിനി പറഞ്ഞു. ജോഷിയുടെ ഹർജി ഗവൺമെന്റ് പ്ലീഡറുടെ റിപ്പോർട്ടിനായി ഹൈക്കോടതി അവധിക്ക് വച്ചതിനിടെയാണ് മെയ് 28-ന് മതിൽ പൊളിച്ച് ചാലുകീറിയത്. ഇത് പണ്ട് ഒരു പൂപ്പ് മാത്രം കൃഷി ചെയ്യാൻ പറ്റിയ അത്രയും താഴ്ചയുള്ളൊരു പാടമായിരുന്നു. ഈ പാടം ആദ്യം TCCയുടെ MD ബാലകൃഷ്ണൻ വാങ്ങിച്ചിട്ടാണ് ഇത് തരം മാറ്റുന്നത്. തരം മാറ്റിയതിന് ശേഷം വേറെ പല പാർട്ടികൾക്കായിട്ട് കൊടുത്തതിലാണ് ഈ 2 വീട് വെച്ചത്. ആ വീടും കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ യാസർ അറാഫത്തി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കയ്യിലേക്ക് കിട്ടിയത്. യാസർ അറാഫത്തി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത്രയും മണ്ണിട്ട് പൊക്കിയത്. ഇത്രയും മണ്ണിട്ട് പൊക്കിയതിന് ശേഷം ഈ 2 വീടിൻ്റെ ജനൽപ്പൊക്കത്തിലാണ് ഇപ്പോൾ മണ്ണിട്ട് പൊക്കിയേക്കുന്നത്. സ്വാഭാവികമായിട്ട് ഏത് ഒരാൾക്കും അറിയാൻ പറ്റും ഇത്രയും മണ്ണിട്ട് പൊക്കിയാൽ ഈ 2 വീടും വെള്ളത്തിലാവുന്നു. ഇതിനിടയ്ക്ക് മുനിസിപ്പാലിറ്റി വന്ന് പരിശോധിച്ചിട്ട് ഒരു വീട് ചരിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 30ഓളം വരുന്ന സ്റ്റാഫ് വന്ന് ഇവിടെ പരിശോധിച്ചിട്ട് അവിടെ ജോഷിയുടെ വീട്ടിൽ നിന്ന് പൈപ്പില്ലാന്ന് ബോധ്യപ്പെട്ട് പോയിട്ടുള്ളതുമാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവർ കയറി ഇത് പൊളിച്ചേക്കുന്നത്.
ഇവർക്ക് മാന്യമായിട്ട് ചെയ്യേണ്ടിയിരുന്നത് ഈ ഭൂമി ഇത്രയും പൊക്കത്തിൽ പൊക്കുമ്പോൾ ഈ 2 വീടിൻ്റെ പുറകിൽ കൂടി മാന്യമായ ഒരു തോട് വിട്ട് ഇപ്പുറത്തേക്ക് കൊടുത്തിരുന്നെങ്കിൽ ചെവി അറിയാതെ ഇവർക്ക് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്താൻ പറ്റും. ഇവരിവിടെ മാത്രമല്ല, ഈ 8ാം വാർഡിൽ നിരവധി മേഖലയിൽ ഭൂമി മേടിച്ചിട്ടുണ്ട്. ഒരു ഭൂമി പോലും ഇവരുടെ പേരിലാക്കുന്നില്ല. ഇവർ വൻതോതിൽ ഭൂമി വെട്ടിപ്പ് നടത്തി മേടിക്കുന്ന ആളുകളുടെ പേരിൽ തന്നെയാണ് ഭൂമി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവരിതെല്ലാം മേടിച്ച് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് നടത്തി വിൽക്കുന്ന സമയത്ത് മാത്രം അവരെ കൊണ്ട് ഒപ്പിടിച്ചു കൊടുക്കുകയാണ്. വൻതോതിൽ ടാക്സ് വെട്ടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെത്ര കാലം ഇതിനെല്ലാം വാർഡ് കൗൺസിലറും മുനിസിപ്പാലിറ്റിയും ഒത്താശ ചെയ്തില്ലെങ്കിൽ ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നാട്ടിലെ എല്ലാ തോന്നിയവാസങ്ങൾക്കും ഭരണകൂടം ഒത്താശ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പ്രമുഖർ എല്ലാവരും ഒത്താശ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തമമായ തെളിവാണ് നമ്മുടെ നാട്ടിൽ കണ്ടത്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും പാവപ്പെട്ടവരെ ദ്രോഹിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഇവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ ഭൂമി നികത്തുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഇവരുടെ തറവാട് ഭൂമി കൂടി കയ്യിലാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നികത്തിയിട്ട് അപ്പുറത്ത് കിടക്കുന്ന ഭൂമിയേക്കാളും പൊക്കി ഇവിടെ നികത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ്. ഇതുകൂടാതെ NADയുടെ ഈ പറമ്പിൽ കൊണ്ടുവന്ന് മട്ടി അടിച്ചപ്പോഴത്തേനാണ് NAD ഉദ്യോഗസ്ഥർ കയറി വന്നു. NAD ഉദ്യോഗസ്ഥർ കയറി വന്ന് അപ്പുറം അതിൽ കെട്ടി നിർത്തിയേക്കാണ്. ഇത് കെട്ടാൻ ഇപ്പോൾ അവർ കേസ് കൊടുത്ത് സ്റ്റേ ചെയ്ത് മേടിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനവും ഉദ്യോഗസ്ഥ സ്വാധീനവും ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും മണ്ണിട്ട് പൊക്കിയിട്ട് ഇവർക്ക് ഈ അശോകൻ ഉൾപ്പെടെയുള്ളവർക്ക് പരാതിയില്ല എന്നുള്ളതാണ് വേറെ വിഷയം. അവരുടെ വീടിൻ്റെ ജനൽപ്പൊക്കത്തിലാണ് മണ്ണിട്ട് പൊക്കിയേക്കുന്നത്. അത്രയും മണ്ണിട്ട് പൊക്കിയിട്ട് അവർക്ക് അത് പ്രശ്നമല്ല. ജോഷിനെ കിടത്തൂല എന്ന് അശോകൻ വെല്ലുവിളിച്ചിട്ടുള്ളതാണ്. നിന്നെ സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. അതിന് വാർഡ് കൗൺസിലറും എല്ലാവരും ഒത്താശുണ്ട്. വാർഡ് സഭ കൂടിയപ്പോൾ ഈ വിഷയം ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇത് ഉന്നയിച്ചു. അപ്പോൾ ജോഷി അവിടെ ഉണ്ട്. അപ്പോൾ ഈ അസൈനാർ താത്വികാചാര്യനെ പോലെ സംസാരിച്ചതല്ലാതെ അവിടെ തോടുണ്ടെന്നോ തോടില്ലെന്നോ സംസാരിച്ചില്ല. തോടുണ്ടെന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ ജോഷിക്ക് അതിനകത്ത് ഇടപെടേണ്ട കാര്യമുള്ളൂ. അതുവരെ ജോഷി വേണ്ടിയില്ല. തോടില്ലെന്നും പറയുന്നില്ല, തോടുണ്ടെന്നും പറയുന്നില്ല. ഇപ്പോഴും ഈ വാർഡ് കൗൺസിലറും, അതായത് 28 വർഷമായിട്ട് വാർഡ് കൗൺസിലറായിരിക്കുന്ന ഈ മനുഷ്യനെ CPM കൊണ്ടുവന്നതും CPM വളർത്തിയതും ഈ മനുഷ്യനാണെന്നുള്ളത് അങ്ങേരുൾപ്പെടെ സമ്മതിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ മാഫിയോടൊപ്പം നിൽക്കുന്നതെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല. എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ, അല്ല ഇതിന് മേലെ ആരെങ്കിലുമൊക്കെ ഇടപെടുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. ശരിക്കും ഇത്തരത്തിലൊരു തോട് ആദ്യം ഉണ്ടായിരുന്നില്ല. തോടൽ ഇത് പാടാണ്. ഒരു പൂപ്പ് കൃഷി ചെയ്യാനേ പറ്റുള്ളൂ. രണ്ടാമത്തെ ഒരു പൂപ്പ് കൃഷി ചെയ്യാൻ പറ്റില്ല. അത്രയും താന്ന പാടമായിരുന്നു. ഭൂമിയുടെ തരം മാറ്റുന്നതിൽ അവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഭൂമി തരം മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. ഈ സ്കൂളിൻ്റെ വാതിക്ക് ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്, ഭൂമി തരം മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു. ഭൂമി തരം മാറ്റുന്നതിൽ നമ്മളാരും എതിരല്ല. വെറുതെ മൂടി കിടക്കുന്ന സ്ഥലം മാറ്റിക്കോട്ടെ. പക്ഷെ അങ്ങനെ മാറ്റുമ്പോൾ മിനിമം ചെയ്യേണ്ടത് ആ ഭൂമിക്ക് പാരിസ്ഥിതിക ആഘാതങ്ങൾ എന്തുണ്ടാകുന്നോ അത് തീർക്കാനുള്ള ബാധ്യത ഈ ഭൂമിയുടെ തരം മാറ്റുന്നവർ ഏറ്റെടുക്കണം. ഇതൊക്കെ പാടം നികത്തിയതാണ്. ഇതൊക്കെ നികത്തുമ്പോഴും അവർ കണ്ടോ, അവർ എത്ര മാന്യമായിട്ടാണ് ഈ സൈഡിൽ കൂടിയൊക്കെ തോടിട്ടിട്ടല്ല അവർ ചെയ്തേക്കുന്നത്. ഭൂമിയുടെ തരം മാറ്റുമ്പോൾ അതിന് പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാകുന്നത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവർ തന്നെ ചെയ്യണം. അത് മറ്റുള്ള പാവപ്പെട്ടവരുടെ നെഞ്ചത്തേക്ക് കയറല്ല ചെയ്യേണ്ടത്. MS ട്രേഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ യാസർ അറഫാത്തിന്റെയും കൗൺസിലർ TM അസൈനാറുടെയും നേതൃത്വത്തിലാണ് JCB ഉപയോഗിച്ച് വീടിന്റെ മതിൽ പൊളിച്ച് ചാലുകീറിയത് എന്നും മിനി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൗൺസിലറെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം എന്നാൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. പുഞ്ചപ്പാടം നികത്തലുമായി ബന്ധപ്പെട്ട് നിരന്തരമായ വേട്ടയാടലുകളെ തുടർന്നാണ് ജോഷി തളർന്നു വീണത് എന്ന് സുഹൃത്തുക്കൾ വ്യക്തമാക്കി. ഏകദേശം 30 കൊല്ലത്തിൽ മുകളിലായി ജോഷി ഈ പറമ്പ് മേടിച്ചിട്ട്. അന്നൊന്നും ഇല്ലാത്ത ഒരു വിവാദം, ഇല്ലാത്ത ഒരു തോട് ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ സമീപ പ്രദേശത്തെ ഭൂമി മുഴുവൻ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ. അതിന് ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ എല്ലാവരുടെയും പിന്തുണയുണ്ട്. എല്ലാ രാഷ്ട്രീയവും ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇവിടെ ഈ കയ്യേറ്റങ്ങൾ നടക്കുന്നത്. ഇവിടെ ഒരു തോട് ഉണ്ടെങ്കിൽ, ജോഷി എന്ന് പറയുന്നത് ഒരു പൊതുപ്രവർത്തകനായിരുന്നു, CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു. ഈ ഏരിയയിലെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം അദ്ദേഹം എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നെന്ന്. അങ്ങനെ ഭൂമി തോട് കയ്യേറി വെക്കുന്ന ഒരു പ്രകൃതിക്കാരനൊന്നും അല്ല ഞങ്ങളൊക്കെ. ഈ ജോഷിയോട് തന്നെ വന്ന് ഇവിടുത്തെ ആരെങ്കിലും വന്ന് ഇങ്ങനൊരു തോടുണ്ട് വിട്ടുകൊടുക്കാൻ പറഞ്ഞാൽ പൂർണ്ണ മനസ്സോട് വിട്ടുകൊടുക്കും. പക്ഷേ അങ്ങനെ ആ തോടുണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിയമപരമായിട്ട് ഇപ്പോൾ താലൂക്ക് സർവേയിൽ നിന്ന് വന്നു, ഇറിഗേഷനിൽ നിന്ന് വന്നു, കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നു, ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികൾ വന്ന് അന്വേഷിച്ചു. റിപ്പോർട്ട് നോക്കിയിട്ടും ഈ ഭൂമിയിൽ 1 ഇഞ്ച് പോലും റവന്യൂ ഭൂമിയില്ല. അല്ലെ കനാലുണ്ടായിരുന്നു, അല്ലെ തോട് ഇവർ പറയുന്ന തോടുണ്ട് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരിക്കൽ മുനിസിപ്പാലിറ്റി മുഴുവൻ ആൾക്കാരും കൂടെ വന്ന് 10-30 ആൾക്കാരും JCB എല്ലാം വന്ന് ഈ തോട് പൊളിക്കാൻ വേണ്ടി
ഇവിടെ JCB ഇട്ട് മാന്തി അവിടെ നിന്ന് ഇങ്ങോട്ട് തോടുണ്ട് പൈപ്പിട്ട് മൂടിയേക്കുവാണ് ജോഷി കയ്യേറിയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ആ പൊളിക്കുന്ന സമയത്ത് ഞാനും ഉണ്ട്, ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഉണ്ട്, വന്ന് പൊളിച്ചു. പൊളിക്കുമ്പോൾ കാണാനില്ല, അങ്ങനത്തെ തോട് ജോഷിയുടെ പറമ്പിൽ നിന്നില്ല. പിന്നെ ഇവിടുന്ന് ഈ പൊതു ഇത് ഇറിഗേഷൻ്റെ പോയിക്കൊണ്ടിരുന്നത് കാണുന്നുണ്ട്, ഒരു ചേമ്പർ കെട്ടി അതിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ഈ നിലയ്ക്ക് ഒരു കയ്യേറ്റം എന്നുള്ള നിലയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇത് ഈ ഭൂമാഫിയയും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ രാഷ്ട്രീയക്കാർ എല്ലാവരും ഉണ്ട്, ആരും ഒഴിവാക്കണില്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അവർക്കെല്ലാം വേണ്ട ഇത് കിട്ടണുണ്ട്. ഏറ്റവും ഒരു തന്നെ ഈ നികത്ത് ഭൂമിയിൽ ആധാരത്തിൽ കവിഞ്ഞ് കുറേ ഭൂമിയുണ്ട്, മിച്ചഭൂമിയുണ്ട്. അത് ഒതുക്കിയെടുക്കാനുള്ളതാണ് ഇവരുടെ ഈ ശ്രമം. അത് ഈ ജോഷിയുടെയൊക്കെ തന്നെ തറവാട്ടിലെ ഭൂമിയാണ് ഇപ്പോൾ ഈ അളന്നെടുത്തേക്കണത്. ഇത് കൃത്യമായി അളന്നെടുത്താൽ നല്ല ഒരു 10-30 സെൻറ്റ് അധികമുണ്ട്. 10-30 സെൻറ്റ് ഭൂമി ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ വില നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് പങ്കിട്ടെടുക്കലാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അവരുടെ യഥേഷ്ടം അവരുടെ ആ ഇത് ഇവിടെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് അവർ ആ വലിയ മാനസിക സമ്മർദ്ദം, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നിപ്പോൾ ഈ ഒരു സ്ട്രോക്ക് വന്ന് ജീവശവമായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ആ കുടുംബത്തിന് ഇങ്ങോട്ട് വരാൻ പോലും പറ്റില്ല, ഇവരുടെ ഒരു വലിയ ഭീഷണിയും കാര്യങ്ങളുമൊക്കെ. കാരണം ആശുപത്രിയിൽ കിടക്കുന്ന നിയമപരമായിട്ട് കേസുള്ളൊരു ഭൂമിയിൽ വന്ന് ആര് ധൈര്യം കൊടുത്തു ഇവർക്കൊക്കെ ഇങ്ങനെ വന്ന് പൊളിക്കാൻ? നമ്മുടെ നിയമവ്യവസ്ഥയെങ്കിലും ബഹുമാനിക്കേണ്ട ഇവരൊക്കെ. കോടതിയിലുള്ളൊരു സംഭവമാണ്, വന്ന് പൊളിക്കണം. അപ്പോൾ പറയുന്നത് മുനിസിപ്പാലിറ്റി എന്നാണ്. മുനിസിപ്പാലിറ്റി ആണെന്നുണ്ടെങ്കിൽ പറയണം ആരെ ഇത് കൊടുത്തു എന്നുള്ളത്, ഈ അധികാരം. കോടതിയിൽ കേസായിട്ടുള്ളൊരു ഭൂമിയിൽ ഇങ്ങനെ വന്ന് കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ അത് സാധിക്കില്ല. പക്ഷേ ഇവർ വിചാരിച്ചാൽ എന്തും നടക്കും ഇപ്പോൾ ഇവിടെ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.